കഴിഞ്ഞ തവണ ജസ്റ്റ് സിമ്പിൾ എംബ്രോയിഡറി വീഡിയോ ഇട്ടപ്പോൾ വന്നൊരു കമന്റ് ആണ് സ്കാലപ്പിന്റെ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്രാവശ്യം അത് കാണാം. അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു സിൽക്ക് ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പാറ്റേൺ കട്ട് ചെയ്യാൻ ഒരു കാർഡ്ബോർഡ് എടുക്കുക. സർക്കിളിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒരു മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത്. പാറ്റേൺ കട്ട് ചെയ്തെടുത്ത് ആ ഷേപ്പ് ക്ലോത്തിൽ വരച്ചെടുക്കാം. നല്ല നീറ്റ് ആയിട്ട് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടും ഈ ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയാൽ മതി. ഇപ്പോ ഓൺലൈനിലെല്ലാം ഈ പാറ്റേൺ ഒക്കെ അവൈലബിൾ ആണ്. കുറച്ചധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ പാറ്റേൺ കട്ട് ചെയ്യുന്നതും അത് ക്ലോത്തിലോട്ട് വരച്ചെടുക്കുന്നതാണ്. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. സിൽക്ക് ത്രെഡും നോർമൽ ത്രെഡും മെഷീനിൽ ഇടുന്നത് ഒരുപോലെ തന്നെയാണ്. അതിങ്ങനെ നിങ്ങളുടെ മെഷീനിൽ എങ്ങനെയാണോ ത്രെഡ് ഇടുന്നത് അതുപോലെ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അടിനൂല് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. മെഷീനിൽ പാറ്റേൺ ലെങ്ത്തും സെലക്ടറും സെലക്ട് ചെയ്യുക. സെലക്ടർ സിയിലും ലെങ്ത് 0ക്കും 1 ഇടയിലും ടെൻഷൻ 4 ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി കെയർഫുൾ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഓരോ എഡ്ജ് എത്തുമ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് വേണം തയ്ച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഈ ക്ലോത്തിന്റെ അടിവശത്ത് ഒരു കനം കുറഞ്ഞ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്കാലപ്പിന്റെ സൈഡിൽ എക്സ്ട്രാ കിടക്കുന്ന ക്ലോത്ത് സിസേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോൾഡറിങ് അയൺ വെച്ചോ കട്ട് ചെയ്ത് മാറ്റാം. സിസേഴ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സോൾഡറിങ് അയൺ ആണെങ്കിലും ശ്രദ്ധിക്കണം. സോൾഡറിങ് അയൺ ആണെങ്കിൽ കുറച്ചുകൂടെ നീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ സാരിയുടെ സൈഡിലും സൽവാറിന്റെ സൈഡിലും നെക്കിലും എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നോർമൽ ത്രെഡ് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. ഒരു റെഡിമെയ്ഡ് ലെവലിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാം. ഇതുപോലുള്ള ഡിസൈനൊക്കെ നിങ്ങളുടെ അപ്കമിങ് സ്റ്റിച്ചിങ് വർക്സിലൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് ഒരു ഡിസൈനർ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഈ ത്രെഡിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.